നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത്തവണ നമ്മൾ മന്ത്ലി സെയിൽസ് റിപ്പോർട്ടിന് ശേഷം ഇയർലി സെയിൽസ് റിപ്പോർട്ടും നോക്കുന്നുണ്ട് കേട്ടോ. 2025 ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ടോപ്പ് 10 ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനികൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ 2025 മൊത്തം, അതായത് 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കൂടുതൽ വണ്ടികൾ വിൽപ്പന നടത്തിയത് ഏതൊക്കെ കമ്പനികളാണെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2025 ഡിസംബർ മാസത്തിലെ ടോട്ടൽ സെയിൽസ് നോക്കാം. 93,024 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് 2025 ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. അതേ സ്ഥാനത്ത് നവംബറിൽ വിൽപ്പന നടന്നത് 1,16,849 ഇരുചക്ര വാഹനങ്ങളായിരുന്നു. മന്ത് ഓൺ മന്ത് സെയിൽസിൽ, അതായത് ഡിസംബറിലെ വിൽപ്പന നവംബറിലെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25.6% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ സെയിൽസ് ലേശം കുറയാറുണ്ട്. അതിന്റെ കാരണം ഒരുപക്ഷെ വണ്ടികൾക്ക് പുതിയ വർഷത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി കസ്റ്റമേഴ്സ് എല്ലാം ഡിസംബറിൽ വണ്ടി എടുക്കാതെ ജനുവരി ആകാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാവണം. ഓക്കെ, ആദ്യം നമുക്ക് ടോപ്പ് 10 മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് നോക്കാം. പ്യുർ EV ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 1071 ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യുർ EVക്ക് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 615 യൂണിറ്റ്സ് വാഹനങ്ങൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 42.5% വളരെ വലിയൊരു ഇടിവാണ് പ്യുർ EV നേരിട്ടിരിക്കുന്നത്. 0.66% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ സ്പ്രിന്റോ എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനിയാണ് 9ാം സ്ഥാനത്തുള്ളത്. 2024 ഒരിക്കൽ മാത്രം ഇവർ ടോപ്പ് 10 ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഈ ലിസ്റ്റിലേക്ക് വരുന്നത്. നവംബറിൽ 940 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഈ സ്പ്രിന്റോ എന്ന കമ്പനിക്ക് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1324 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 40.8% വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. 1.42% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ സ്പ്രിന്റോ ടോപ്പ് 10 ലിസ്റ്റിൽ കയറിയ സമയത്ത് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന കൈനറ്റിക് ഗ്രീൻ എന്ന കമ്പനിയാണ്. റിവർ മൊബിലിറ്റിയാണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 1797 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ മൊബിലിറ്റിക്ക് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1709 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 4.9% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.84% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബിഗോസ് ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 2566 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1748 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 31.8% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.88% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കുറെ കാലമായിട്ട് 6ാം സ്ഥാനത്ത് തന്നെ തുടരുന്ന ഒരു കമ്പനിയാണ് ഗ്രീവ്സ് മൊബിലിറ്റി. ഇത്തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയാണ്. നവംബർ മാസത്തിൽ 5763 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4335 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 24.7% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4.66% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഓലയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 8400 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 8402 യൂണിറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ പല കമ്പനികളും വിൽപ്പനയിൽ വലിയ രീതിയിൽ താഴോട്ട് പോയപ്പോൾ ഓലയ്ക്ക് വിൽപ്പന കുറയാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെന്നർത്ഥം. മന്ത് ഓൺ മന്ത് സെയിൽസ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. 9.03% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഓലയുടെ മാർക്കറ്റ് ഷെയർ ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട്. ഹീറോ മോട്ടോകോർപ്പ് വിടയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവരെ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 12,199 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 10,340 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 15.2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11.12% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനിയാണ് കാര്യമായ മത്സരം വരാൻ പോകുന്നത്. ടോപ്പ് 3. അതെ, ഏത്തറാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഏത്തർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 20,323 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 16,391 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 19.3% വലിയൊരു ഇടിവാണ് ഏത്തർ നേരിട്ടിരിക്കുന്നത്. 17.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബജാജ് ചേതക് 2ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. നവംബർ മാസത്തിൽ 25,526 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേതക്കിന് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 18,197 സ്കൂട്ടറുകൾ മാത്രമാണ്.
മന്ത് ഓൺ മന്ത് സെയിൽസിൽ 28.7% വലിയൊരു ഇടിവാണ് ചേതക് നേരിട്ടിരിക്കുന്നത്. 19.56% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS iQube ആണ് 1ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 1ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നവംബർ മാസത്തിൽ 30,309 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQubeന് ഡിസംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 24,317 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 19.8% വലിയൊരു ഇടിവാണ് iQube നേരിട്ടിരിക്കുന്നത്. 26.14% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, മികച്ച കമ്പനികളെല്ലാം വിൽപ്പനയിൽ താഴോട്ട് പോയപ്പോൾ ഓലയ്ക്ക് മാത്രമാണ് ഇത്തവണ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. സർവീസ് മെച്ചപ്പെടുത്തിയാൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഓല. പക്ഷേ മെച്ചപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മോശമായിരിക്കും ഭാവിയിലെ അവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് 2025 മൊത്തം വിൽപ്പനയിൽ ആരൊക്കെയാണ് മുന്നിലെന്ന് നോക്കാം. അതായത് 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള വിൽപ്പന 12,80,000 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് 2025 ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. ഇയർ ഓൺ ഇയർ ഗ്രോത്തിൽ, അതായത് 2024 വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പം 11% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ ടോപ്പ് 15 ലിസ്റ്റാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. മാറ്റർ എനർജിയാണ് 15ാം സ്ഥാനത്തുള്ളത്. 626 ബൈക്കുകളാണ് 2025 ഇവർ മൊത്തമായി വിൽപ്പന നടത്തിയത്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ കമ്പനികളുടെയും ഗ്രാഫും ഞാൻ ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ മാസത്തെയും ഉയർച്ചയും താഴ്ചയും ഒക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അൾട്രാ വയലറ്റ് ആണ് 14ാം സ്ഥാനത്തുള്ളത്. 1359 ബൈക്കുകളാണ് 2025 ഇവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത്. നവംബറിലും ഡിസംബറിലും ഇവരുടെ വിൽപ്പന കൂടിയതായി നമുക്ക് കാണാൻ സാധിക്കും. X47 എന്ന അവരുടെ പുതിയ വണ്ടിയായിരിക്കണം ഇവരുടെ വിൽപ്പന കൂടാനുള്ള കാരണം. ഓപ്പൺ റോറാണ് 13ാം സ്ഥാനത്തുള്ളത്. 3022 ബൈക്കുകളാണ് 2025 ഇവർ വിൽപ്പന നടത്തിയത്. 6036 സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ സിമ്പിൾ വൺ ആണ് 12ാം സ്ഥാനത്തുള്ളത്. നല്ല രീതിയിൽ മുകളിലേക്ക് കയറി വന്ന സിമ്പിൾ വൺ പക്ഷേ നവംബർ ഡിസംബർ മാസങ്ങളിൽ താഴോട്ടാണ് പോയിരിക്കുന്നത്. അതേപോലെ 12,030 ബൈക്കുകൾ വിൽപ്പന നടത്തിയ റിവോൾട്ട് മോട്ടോഴ്സ് ആണ് 11ാം സ്ഥാനത്തുള്ളത്. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം സെപ്റ്റംബറിന് ശേഷം ഇവര് കുത്തനെ താഴോട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് കൈനറ്റിക് ഗ്രീൻ ആണ്. 2025 ഇവരുടെ മൊത്തം വിൽപ്പന 13,731 ഇരുചക്ര വാഹനങ്ങളാണ്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലാണ് ഇവരുടെ 2025 ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിവർ ഇന്ത്യയാണ് 9ാം സ്ഥാനത്തുള്ളത്. 15,419 സ്കൂട്ടറുകളാണ് 2025 ഇവർ വിൽപ്പന നടത്തിയത്. ഇതൊരു മികച്ച ഗ്രാഫാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഉയർച്ച മാത്രമാണ് നമുക്കിതിൽ 90% കാണാൻ സാധിക്കുന്നത്. പ്യുർ EV ആണ് 8ാം സ്ഥാനത്തുള്ളത്. 17,792 ഇരുചക്ര വാഹനങ്ങളാണ് 2025 ഇവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത്. പക്ഷേ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ മോശം പ്രകടനമാണ് നമുക്ക് ഇവരുടെ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7ാം സ്ഥാനത്തുള്ള ബിഗോസിന് 2025 22,433 സ്കൂട്ടറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. ഉയർച്ചയും താഴ്ചയും ഒക്കെ ആയിട്ടാണ് ബിഗോസിന്റെ 2025 യാത്ര. പക്ഷെ നവംബറിലും ഡിസംബറിലും ഇവരുടെ വിൽപ്പന താഴോട്ടാണ് പോയിരിക്കുന്നത്. ഗ്രീവ്സ് ആണ് 6ാം സ്ഥാനത്തുള്ളത്. 56,059 സ്കൂട്ടറുകളാണ് അവർ 2025 വിൽപ്പന നടത്തിയത്. അവസാനത്തെ 2 മാസം ഒന്ന് ഡൗൺ ആയി പോയെങ്കിലും മൊത്തത്തിൽ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ക്ഷീണം സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയാണ് ടോപ്പ് 5 പ്ലെയേഴ്സ് വരുന്നത്. ഹീറോ മോട്ടോകോർപ്പ് വിടയാണ് 5ാം സ്ഥാനത്തുള്ളത്. 1,08,262 സ്കൂട്ടറുകളാണ് 2025 ഇവർ വിൽപ്പന നടത്തിയത്. മികച്ചൊരു ഗ്രാഫാണിത്. നവംബറിലും ഡിസംബറിലും ചെറിയൊരു താഴ്ച വന്നെങ്കിലും മൊത്തത്തിൽ ഉയർച്ചയാണ് 2025 ഇവരുടെ സെയിൽസ് ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയർലി സെയിൽസിൽ 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഏത്തറും ഓലയും തമ്മിൽ വളരെ മികച്ച ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നടന്നത്. പക്ഷെ അവസാനം വെറും 29 വണ്ടികളുടെ വ്യത്യാസത്തിൽ ഓലയ്ക്ക് 4ാം സ്ഥാനത്ത് തൃപ്തിപ്പെടേണ്ടി വന്നു. 1,97,790 ഇരുചക്ര വാഹനങ്ങളാണ് 2025 ഓല വിൽപ്പന നടത്തിയത്. നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. മാർച്ചിന് ശേഷം ഓലയ്ക്കൊരു തിരിച്ചു വരവ് സാധിച്ചിട്ടില്ല. ഏത്തറാണ് 3ാം സ്ഥാനത്തുള്ളത്. 1,97,819 സ്കൂട്ടറുകളാണ് ഏത്തർ 2025 വിൽപ്പന നടത്തിയത്. നവംബറിലും ഡിസംബറിലും താഴോട്ട് പോയെങ്കിലും ഒരു ആവറേജ് ഗ്രോത്ത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ബജാജ് ചേതക്കാണ് 2ാം സ്ഥാനത്തുള്ളത്. 2,67,321 സ്കൂട്ടറുകളാണ് ബജാജ് ചേതക്കിന് 2025 വിൽപ്പന നടത്താൻ സാധിച്ചത്. ഉയർച്ചയും താഴ്ചയും ഒക്കെ ആയിട്ടായിരുന്നു ബജാജ് ചേതക്കിന്റെ 2025 യാത്ര. അത് നമുക്ക് ഗ്രാഫിൽ നിന്നും വ്യക്തമാണ്.
എന്തൊക്കെ തന്നെയായാലും 2025 ഭൂരിഭാഗവും 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും ഇവരെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. 2,97,682 സ്കൂട്ടറുകൾ വിൽപ്പന നടത്തി TVS iQube ആണ് 1-ാം സ്ഥാനത്തുള്ളത്. വളരെ ഡീസന്റ് ഗ്രോത്ത് ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൊത്തത്തിൽ മുകളിലേക്കാണ് ഇവരുടെ സെയിൽസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, മന്ത്ലി ഡിസംബർ സെയിൽസിലും ഈ വർഷത്തെ അതായത് 2025 ഏർലി സെയിൽസിലും TVS iQube തന്നെയാണ് നമ്പർ 1. ഗുഡ് ജോബ്. എന്തായാലും 2026 കളത്തിലിറങ്ങാൻ ചിലരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.